Hello, we are in Dubai. Salam alaikum. This is my friend. Welcome. നമ്മളിനി മാൾ ഓഫ് എമിറേറ്റ്സ് കാണാനായിട്ട് പോകുന്നത് ബനിയ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്, കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കുറച്ച് ആൾക്കാർ നമ്മളിങ്ങനെ ഇതിലേക്ക് നടന്നു കഴിയുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ജെൻസ് ആയിരിക്കും, ചിലപ്പോൾ ലേഡീസ് ആയിരിക്കാം. ഒരിക്കലും അവരുടെ വലയിലൊന്നും ചെന്ന് പെടരുത്. ക്യാമറ കയ്യിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അടുത്തേക്ക് അധികം ആൾക്കാരൊന്നും വരാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരക്കാരുടെ അടുത്തേക്ക് പോയി നമ്മൾ അവരുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സംസാരിക്കാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് റെസ്പോൺസ് പോലും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഉടായിപ്പ ആൾക്കാരാണ് ഇവർ, വരുന്ന എല്ലാം വേറെ പരിപാടിക്കാണ്. അപ്പോൾ അവൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെങ്ങാനും ഇതിന് ഓക്കെ പറഞ്ഞ് എങ്ങാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വേറെ സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു ട്രാപ്പായിരിക്കും. അപ്പോൾ അവർ നമ്മളെ ട്രാപ്പ് ചെയ്യും, നന്നായിട്ട് ട്രാപ്പ് ചെയ്യും. അതിന് ഏജൻറ്റുമാരായിട്ട് കുറേമാർ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെയൊക്കെ നിൽക്കും. നമ്മളെങ്ങാനും ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർ നൈസായിട്ട് വന്നിട്ട് നമ്മളോട് ഓരോരുത്തർ അത് വേണം ഇത് വേണം എന്നൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും. ഈ അടുത്തെങ്ങാണ്ട് ഒരാളെ ഇതുപോലെ ഇവർ പിടിച്ചിട്ട് ആളുടെ കയ്യിലുള്ള സകല സാധനങ്ങളും എടുത്ത് പേഴ്സ് അടക്കം കംപ്ലീറ്റ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് മൈൻഡേ ചെയ്യാതിരിക്കുക. നമ്മൾ വരിക, നമ്മുടെ കാര്യം നോക്കി പോയിക്കോളാം. ഓക്കെ, നമുക്കിനി മാൾ ഓഫ് എമിറേറ്റ്സ് കാണാനായിട്ട് പോകാം. ഏകദേശം ഇപ്പോൾ ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മളിപ്പോൾ ഭൂമിക്ക് അടിയിലോട്ട് പോയിട്ടുണ്ട്. ഇതാണ് ബനിയ സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ബുർജുമാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഗ്രീൻ ലൈനാണ്. ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് ഗ്രീൻ ലൈനാണ്. നമുക്ക് റെഡാണ് വേണ്ടത്. ഇപ്പോൾ ഇന്ന് മാൾ ഓഫ് എമിറേറ്റ്സിലുള്ളത്. അപ്പോൾ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay. വൈൻ ഷോപ്പും ലിക്കർ ഷോപ്പൊക്കെ ഉണ്ട്. സിഗരറ്റിന് വേണ്ടി മാത്രമായിട്ടൊരു ഷോപ്പ് ഇത് കണ്ടോ, സ്മോക്കേഴ്സ് സെൻറ്റർ. ലോകോത്തര സിഗരറ്റ് ബ്രാൻഡുകളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഇത് മാത്രമല്ല ഹുക്കയും ശീർഷ അങ്ങനത്തെ ഈ സിഗരറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ, അതായത് എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഇത് വന്ന് ജസ്റ്റ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക എന്നല്ലാതെ ഇവിടുന്ന് ഒരു സാധനം മേടിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഒരു ചായ പോലും മേടിച്ച് കുടിക്കാൻ പറ്റില്ല നമുക്ക്. അമ്മാതിരി പൈസയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അത്ര ഹൈഫൈ ആയിട്ടുള്ള ഒരു പോർഷായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. Hello, we are in Dubai. Salam alaikum. This is my friend. Welcome. ഒരു പുള്ളിക്കാരൻ നൈസായിട്ട് ഒന്ന് മുട്ടി തട്ടെ ഉള്ള അങ്ങനെയാണ് ആൾക്കാരോടെ കുറച്ചുകൂടെ കുറവുള്ള മനുഷ്യരായ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അല്ലാത്തവരൊന്നും മൈൻഡ് ചെയ്ത് പോലില്ല കേട്ടോ. പൊതുവെ ഇന്ത്യക്കാരോട് പൊതുവെ വേറെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് മൊത്തത്തിൽ. എല്ലാവരും സ്കിന്നിൻ്റെ കളറും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ്. പക്ഷേ ചിലർ നല്ല മനുഷ്യരുണ്ട് കേട്ടോ. നല്ല ആൾക്കാരും മോശം ആൾക്കാരും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി. ഈ കാണുന്നതാണ് സ്കൈ ദുബായ്. അതായത് നമ്മൾ സ്നോ വേൾഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ദുബായിലെ ഒരു സംഭവമാണ്. നമുക്ക് താഴെ ചെന്നിട്ടൊന്ന് കൃത്യമായിട്ട് കാണാം.
റോപ്പ് വേ അടക്കമുണ്ട്. മഞ്ഞിൻ്റെ അകത്തോടെ റോപ്പ് വേയുടെ എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള റോപ്പ് വേ അടക്കമുണ്ട്. നമ്മളടുത്തേക്ക് ഫ്ലോറൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ, മാർബിളൊക്കെ മാറി വേറെ ഒരു ടൈപ്പായി ഫ്ലോറൊക്കെ. ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ഒരാൾക്ക് 240 ദിർഹംസ് കേട്ടോ, അതായത് 5000 രൂപ, ഇന്ത്യൻ മണി 5000 രൂപയുടെ അടുത്ത് നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട് ചിലവാകും. ഈ ഇതുപോലെ ജാക്കറ്റൊക്കെ മേടിച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറുക. ഇതിൽ ഇടാനായിട്ടുള്ള ഷൂസൊക്കെയാണ്. അതായത് നമ്മളിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല, നമ്മൾ കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഈ പാർക്കിൻ്റെ സ്നോ പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ, മൊത്തത്തിലൊന്നും കാണത്തില്ല. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഇതൊക്കെ ഐസാണ്, ഐസിൽ കൂടെ പോകുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ദൂരെ നോക്കിയാൽ മറ്റേ റോപ്പ് ഒക്കെ കാണാം കേട്ടോ. റോപ്പ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ദൂരമുണ്ട്. അത്യാവശ്യം ഒരു റോപ്പേക്ക് പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. You